ഞങ്ങൾ ടിക്കറ്റിങ്ങിന്റെ കാര്യം നമ്മളിപ്പം ഗവൺമെന്റ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവര് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം. അതിന് 10 കോടി രൂപ എങ്ങാണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചലഞ്ചായിട്ട് ഇരിക്കുന്ന ഇവിടെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് 40-45 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത്. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഏറ്റവും താഴത്തെ രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവരെയും കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബുക്ക് മൈ ഷോയും ഇതിൻ്റെ അകത്ത് വരും. അവരുടെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും, ഗവൺമെന്റിന്റെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത്. അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട്. കോൺക്ലേവിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുറെ ചർച്ചകൾ നടന്നു. അതിന്റെ കാര്യം നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറത്തും ചർച്ചകൾ നടത്താമെന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഹൈദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത്. അങ്ങനെ ഒരു പ്രോപ്പ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുത്തു. താങ്ക് യു.